തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. മതപൗരോഹിത്യങ്ങൾ വ്യാഖ്യാനിക്കുന്ന സൃഷ്ടിവാദമല്ല, ശാസ്ത്രീയമായ പരിണാമ സിദ്ധാന്തമാണ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടതെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വടക്കാഞ്ചേരിയിൽ നടന്ന കൃഷ്ണകുമാർ സാഹിത്യ വിചാര സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ബോധം വളർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശാസ്ത്രീയ വീക്ഷണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് വിശ്വപ്രകൃതി എന്നുള്ളത്. സുമാഭാഷ പറയുന്നത് വിശ്വപ്രകൃതി അനന്തമാണ് എന്നാണ്. സ്വാമിയോട് സൂചിപ്പിച്ചു, വിശ്വപ്രകൃതി അനന്തമാണ്. ഇതാണ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ കവിതകളിലെ അടിസ്ഥാന വിഷയം. വിശ്വപ്രകൃതി അനന്തമാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ എന്നപ്പോൾ ആലോചിച്ചാൽ എന്താണ് നമുക്ക് പിടികിട്ടില്ല, എന്താണ് നമുക്ക് പിടികിട്ടില്ല. വിസ്മയം കൊള്ളൂ മനുഷ്യനെന്നു, എന്താ പിടികിട്ടാത്തത് എന്ന് ഞങ്ങളൊരു ദിവസം ചർച്ചയിൽ ഞങ്ങൾ ധാരണയിൽ എത്തിയത്. അതിന് പറഞ്ഞില്ല അദ്ദേഹം അതിന്റെ കാരണം വിശ്വപ്രകൃതി അനന്തമാണ്. അതെന്താണെന്ന് ചിന്തിക്കുന്നതും അന്വേഷിക്കുന്നതുമായ വ്യക്തി അനന്തമല്ല, ഫൈനൈറ്റാണ്. തിരൂർ ശക്തിബോധി ഗുരുകുലം, പ്രോഗ്രസ് ബുക്ക് ഹൗസ്, വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷ്ണകുമാർ സാഹിത്യ വിചാര സദസ് സംഘടിപ്പിച്ചത്. കവി കൃഷ്ണകുമാറിന്റെ മനുഷ്യ പരിണാമം എന്ന ദാർശനിക കാവ്യത്തിലെ 3-ാം സർഗത്തെ ആസ്പദമാക്കിയായിരുന്നു ചർച്ച. പ്രകൃതി തന്മാജ്ഞാന പ്രഭാവത്തെ തൊഴുന്നേ, ജഗത് ബൃഹദാവിഷ്കാര മഹിമയെ തൊഴുന്നേ, ജനിമൃതി പരിണാമ കലതത്വം തൊഴുന്നേ, പ്രകൃതി തന്മാസർഗ പ്രബോധത്തെ തൊഴുന്നേ, പ്രകൃതി തന്മാജ്ഞാന പ്രഭാവത്തെ തൊഴുന്നേ, ജഗദ്ബൃഹദാവിഷ്കാര മഹിമയെ തൊഴുന്നേ, ജനിമൃതി പരിണാമ കലതത്വം തൊഴുന്നേ. വയലാർ രാമവർമ്മ ലൈബ്രറി ഹാളിൽ നടന്ന സദസ്സിൽ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ജോൺസൺ പോണല്ലൂർ, എൻ നന്ദകിഷോർ, ബാലകൃഷ്ണൻ അഞ്ചത്ത്, എം.ആർ. രമേശൻ, എൽ.എൻ. വേണുഗോപാൽ, സുഷമ വേണുഗോപാൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ലൈബ്രറി കമ്മിറ്റി പ്രസിഡന്റ് ഇ.എം. സതീശൻ, സെക്രട്ടറി എം.യു. കബീർ, ശരത് ചന്ദ്ര കർത്ത, സി.വി. പൗലോസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിണാമ സിദ്ധാന്തത്തിന്റെ പ്രസക്തിയും കാവ്യദർശനങ്ങളും ചർച്ച ചെയ്ത സദസ്സ് അറിവിന്റെയും സംവാദത്തിന്റെയും വേദിയായി മാറി.